ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരു മഴക്കാല ഗവിയാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വളരെ കാലത്തെ ആഗ്രഹ സാഫല്യമായിരുന്നു അത്. മഴക്കാലത്ത് ഗവി അതീവ സുന്ദരിയാണ്. അതുകൊണ്ട് അവിടേക്കുള്ള യാത്ര ആരെയും ഹരം കൊള്ളിക്കും. ഹൈക്കർ ഇന്ത്യ ടീം കേരള വനവികസന കോർപ്പറേഷൻ്റെ സഹായത്തോടെ സംഘടിപ്പിച്ച 2 ദിവസത്തെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരിടമാണ് ഗവി. അവിടെ എത്തുന്നവരിൽ ഏറെയും പ്രകൃതി സ്നേഹികളോ സാഹസിക പ്രേമികളോ ആണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. വനം വകുപ്പിൻ്റെ ബസ്സിലായിരുന്നു യാത്ര. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പെരിയാർ ടൈഗർ റിസർവ് വനത്തിലൂടെ കാടും കാട്ടരുവികളും മഞ്ഞുമുടിയ മലനിരകളും ഒക്കെ കണ്ട് ഏതാണ്ട് 28 കിലോമീറ്റർ യാത്രയുണ്ട് ഗവി ഇക്കോ ടൂറിസത്തിലേക്ക്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടക്കാൻ മുൻകൂർ അനുമതിയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിലാളികൾ സമരത്തിൽ പോയതുകൊണ്ട് അവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറി ഗവിയിലെ തന്നെ മറ്റൊരു ഇക്കോ ടൂറിസമായ കൊച്ചു പമ്പയിലാണ് ഞങ്ങൾക്കുള്ള താമസവും ഭക്ഷണവുമെല്ലാം അറേഞ്ച് ചെയ്തത്. അത് ഞങ്ങളെ ചെറുതായി നിരാശപ്പെടുത്തിയെങ്കിലും കോട നിറഞ്ഞ അന്തരീക്ഷവും കൊച്ചുപമ്പ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയും മഴയിൽ കാട്ടിലൂടെ മഞ്ഞു പൊതിഞ്ഞ ഏലത്തോട്ടങ്ങൾക്കിടയിലൂടെ വെള്ളച്ചാട്ടങ്ങൾ കണ്ടുകൊണ്ടുള്ള ട്രെക്കിങ്ങും ക്യാമ്പ് ഫയറും ഫോറസ്റ്റ് ഓഫീസർ ഹരിസാറിൻ്റെ ക്ലാസും ടെൻറ്റിലെ താമസവും അതിരാവിലത്തെ ജംഗിൾ സഫാരിയും മൃഗങ്ങളെ കണ്ടതുമെല്ലാം അവിസ്മരണീയമായ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. കാടിൻ്റെ ഉള്ളറകളിലൂടെ സഞ്ചരിച്ച് കോടയിൽ മുങ്ങി നിന്ന ആനത്തോട്, കൊച്ചുപമ്പ, ഗവി ഡാമുകളൊക്കെ കൺകുളിർക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര അതിഗംഭീരമായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അട്ടശല്യം രൂക്ഷമായിരുന്നു. എങ്കിലും മനസ്സിന് സന്തോഷവും കുളിർമയും നിറഞ്ഞ ഇടതടവില്ലാത്ത പ്രകൃതി ഭംഗിയുടെ കാഴ്ചകൾ സമ്മാനിച്ച ഒരു ക്യാമ്പായിരുന്നു അത്. യാത്രയുടെ മറ്റൊരു ഹൈലൈറ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നതാണ്. അതിന് അവസരമൊരുക്കിയ ഹൈക്കർ ഇന്ത്യ ടീമിനും അതിന് ചുക്കാൻ പിടിച്ച ഫായിസിനും 1000 നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.